നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ ആ മദീനയിലുള്ള എല്ലാ അൻസ്വാരികളോ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി വലിയ വലിയ സമ്മാനമായിട്ട് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണോ? കയ്യിൽ വലിയ വലിയ സമ്മാനങ്ങളുണ്ടോ? പക്ഷേ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഉമ്മു സുലൈം ബീബിയാണെങ്കിലോ കയ്യിലൊന്നുമില്ലാത്ത മഹദിയാണോ, കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. റസൂലുള്ളാഹിനെ കാണാൻ പോവാൻ വലിയ താല്പര്യമുണ്ടോ, വലിയ കൊതിയുണ്ട്, വലിയ ആഗ്രഹമുണ്ടോ? പക്ഷേ കയ്യിലൊന്നുമില്ലല്ലോ. ഞാനെങ്ങനെയാണ് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് മഹദി ചിന്തിച്ചപ്പോ അവസാനമായി മനസ്സിലേക്കൊരു തോന്നൽ വരികയാണോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ പൊന്നുമോനായ അനസാണല്ലോ, എൻ്റെ ഏക മകനായ അനസാണല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിക്ക് നൽകിയാലോ എന്ന് മഹദിയായ ഉമ്മു സുലൈം ബീബി ചിന്തിക്കുകയാണോ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ചൊല്ലുന്നു, ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബായ തിരുസവിധത്തിലേക്ക് ചെല്ലുകയാണോ? റസൂലുള്ളാഹിയോട് പറയുന്നു, തങ്ങളെ മദീനയിലുള്ള എല്ലാ അൻസ്വാരികളോ തങ്ങൾക്ക് വലിയ വലിയ ഗിഫ്റ്റുമായിട്ട് തങ്ങളെ കാണാൻ വേണ്ടി അങ്ങ് വന്നപ്പോ എൻ്റെ കയ്യിൽ തങ്ങൾക്ക് നൽകാൻ വലിയ വലിയ ഗിഫ്റ്റുകളൊന്നുമില്ല എങ്കിലോ എൻ്റെ പൊന്നുമകനായ അനസുണ്ടല്ലോ, ഈ അനസിനെ തങ്ങൾ സ്വീകരിക്കണം കേട്ടോ, ഞാൻ അനസിനെ തങ്ങൾക്ക് നൽകുകയാണ് എന്ന് ഉമ്മു സുലൈമ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുന്നു, അവിടുന്ന് ദുആ ചെയ്യുന്നു.